ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ആക്ച്വലി ഞാൻ പഠിച്ചിരിക്കുന്ന ലോ ആണ്. പക്ഷേ മസ്കറ്റിൽ വന്ന് ടീച്ചറായി. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കൂടെ പോയി ടീച്ചറായി. പിന്നെ അവിടെ ഞാൻ ആക്റ്റീവ്ലി ചിൽഡ്രൻസ് തിയേറ്റർ അങ്ങനെ പല കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നു. ആദ്യം എല്ലാവരും കൂടെയുള്ളവരൊക്കെ പറഞ്ഞു ഇതിനെ കൊണ്ട് പറ്റുമെന്നില്ല, എന്ത് പറയണമെന്നും. അങ്ങനെ ലാസ്റ്റിൽ ക്രിയേറ്റർ തന്നെ വന്നിട്ട് പറഞ്ഞു വലിയൊരു ആർട്ടിസ്റ്റ് ആവ്, യു ആർ ഭയങ്കര പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാസ് ഹാപ്പി. ഞാൻ ക്യാമറയുടെ മുമ്പിലൊക്കെ നിന്ന് കരഞ്ഞിട്ടുണ്ട്, ചീത്ത നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം സാറിനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കും, ഞാൻ സ്മാർട്ടെന്നല്ല പറയിപ്പിക്കും. അത് ഒരു വാശി വേണം, അല്ലെങ്കിൽ ഞാൻ പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൺ, കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ് നമ്മുടെ കരിയർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോഗ്രാം വലിയ കാര്യമായിട്ട് നമ്മൾ പോയത് വിളിച്ചപ്പോൾ പോയി അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ ഒരു സ്ത്രീ കൈ തന്നിട്ട് കൈ പിടിച്ച് ഒറ്റ തിരിക്കല് നല്ല എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. ഞാൻ എന്ത് ഈ കൈ കൊണ്ടല്ലോ അനുമോളെ ദ്രോഹിക്കണേന്ന് പറഞ്ഞിട്ട് അവരൊറ്റ പോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് മാറില്ല പ്ലീസ്, ഇവിടെ നിൽക്കാൻ ആരൊക്കെ അവനെ ഒന്നല്ലോ. അത്ര ലൈക്ക് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട്. ബി സ്റ്റൈലിഷ് ആൻഡ് ബി യു. ഈ ടാഗാണ് ഇപ്പം എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരിക. ഇന്ന് ഈ ഇത്തിരി നേരം എൻ്റെ ഒപ്പം ഒത്തിരി കാര്യങ്ങളുമായിട്ട് ആക്ടർ പ്രിയ മേനൻ. ഹായ് ചേച്ചി. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു ഫോർ കോളിംഗ് മീ. ഞാൻ കുറച്ച് ദിവസമായി ചേച്ചിയുടെ പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ചേച്ചിയുടെ തിരക്കുകളും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയതല്ലേ. ആൻഡ് ചേച്ചി, ആദ്യം ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ അറിവ് കുറവാണെന്നറിയില്ല, ഞാൻ ചേച്ചി ഫസ്റ്റ് കാണുന്നത് വാനമ്പാടി സീരിയലാണ്. അതാണോ ചേച്ചിയുടെ ഫസ്റ്റ് വർക്ക്? അല്ല, ഫസ്റ്റ് സീരിയൽ ചെയ്തിരിക്കുന്നത് 3 മണിയാണ്, ഫ്ലവേഴ്സ് ചാനലിൽ. ഓക്കെ. അതിൻ്റെ ടാഗ് ലൈൻ ആയിരുന്നു 7 മണിക്ക് 3 മണി. അതിന് മുമ്പ് ചെയ്ത് ലൈക്ക് ഒരു നാടകമായിരുന്നു. ഓ, ഫസ്റ്റ് ആക്ച്വലി ഞാൻ പഠിച്ചിരിക്കുന്ന ലോ ആണ്. പക്ഷേ മസ്കറ്റിൽ വന്ന് ടീച്ചറായി. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കൂടെ പോയി ടീച്ചറായി. പിന്നെ അവിടെ ഞാൻ ആക്റ്റീവ്ലി ചിൽഡ്രൻസ് തിയേറ്റർ അങ്ങനെ പല കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടൊരു അങ്ങനെ പ്രിയേട്ടനെ പരിചയപ്പെടണം, ഡയറക്ടർ പ്രിയനന്ദൻ. അപ്പം എന്നൊരു പ്രിയയ്ക്ക് അഭിനയിക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആൻഡ് മലയാളം വന്ന് ഒട്ടും പറയാറുമില്ല, ഇങ്ങനെ ഫ്ലുവൻറ്റും അല്ലായിരുന്നു. അപ്പോൾ എന്നോട് ഒരു നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വെക്കേഷന് വന്നപ്പോൾ മീറ്റ് ചെയ്തു. അപ്പോൾ എന്നൊരു നാടകം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷിൽ പ്രിയേട്ടൻ്റെ മലയാളം എൻ്റെ ഇംഗ്ലീഷ് എല്ലാം കൂടിയിട്ട് അറിയാമല്ലോ എനിക്ക് നല്ല. പക്ഷേ ആക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ലാംഗ്വേജ് വാസ് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ലാംഗ്വേജ് എന്നുള്ളത് പറയണം മനസ്സിലാവില്ല, ഞാൻ പറയണം അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്തു ഒരു നാടകം, ബ്രോക്കൺ ലല്ലബി എന്നും പറഞ്ഞിട്ട് ബ്രെത്തോൾ ബെറ്റിൻ്റെ കഥയായിരുന്നു. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ രീതിയിലേക്കാക്കി. അത് ഇംഗ്ലീഷിലായിരുന്നു. 5 ക്യാരക്ടറാണ്. 4 ക്യാരക്ടറും ഇംഗ്ലീഷ് പറയും, ഒരു ക്യാരക്ടറും മലയാളം പറയും. അപ്പോൾ അങ്ങനെ 5 ക്യാരക്ടറും നമ്മൾ സ്റ്റേജിൽ തന്നെ ഈ 5 ക്യാരക്ടർ മാറി മാറി വരുന്നത്. കോസ്റ്റ്യൂം ഒരേ സാധനം വെക്കുമ്പോൾ നമ്മൾ 5 ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു യെസ് എനിക്ക് ചെയ്യാൻ പറ്റും, അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോംബെ, പൂനെ അങ്ങനെ കുറേ സ്ഥലത്ത് അത് പോയി. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ഹാപ്പി അത് ചെയ്തു. അങ്ങനെ പ്രിയേട്ടൻ്റെ വായെന്നൊരു നല്ല വാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ലൈക്ക് ആദ്യം എല്ലാവരും കൂടെയുള്ളവരൊക്കെ പറഞ്ഞു ഇതിനെ കൊണ്ട് പറ്റുമെന്നില്ല, എന്ത് പറയണമെന്നും. അങ്ങനെ ലാസ്റ്റിൽ പ്രിയേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു വലിയൊരു ആർട്ടിസ്റ്റ് ആവ്, യു ആർ ഭയങ്കര പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാസ് ഹാപ്പി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിയേട്ടൻ തന്നെ ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അവരുടെ ഒരു വർക്ക്ഷോപ്പ്, പിന്നെ ഫോട്ടായിരുന്നു അതിൽ ഇത് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഇത് കണ്ടിട്ട് ലൈക്ക് അവിടെ വെച്ചിട്ട് ഒരാൾ, സഞ്ജയ് പാൽ എന്ന ഒരാൾ വേറൊരു മൂവിയിലേക്ക്, അതിൽ ന്യൂ ഹീറോസ് ആയിരുന്നു, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ജോൺസൺ ദേവസിയുടെ ഒരു മൂവിയായിരുന്നു. ഔട്ട് ഓഫ് റേഞ്ച് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിൽ പോയിട്ട് ചെറിയൊരു ക്യാരക്ടർ, ഒരു ഓഫീസിലുള്ളൊരു ക്യാരക്ടർ ചെയ്തു. അന്ന് മലയാളം പറയാൻ അറിയാത്തതുകൊണ്ട് എല്ലാവരും കുറേശ്ശെ ഇംഗ്ലീഷൊക്കെ പറയണ തരുള്ളൂ. അത് കഴിഞ്ഞാൽ കുമ്പസാരത്തിലേക്കാണ് നിഷാൻമാർ വിളിക്കണത്. അപ്പം അതിലും ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം അറിയില്ല, ഒന്നും അറിയില്ല, എന്ത് ചെയ്യാൻ വന്നാൽ മതി. അത് ഫ്ലാഷ് ബാക്കിൽ പോണതാണ്, കരച്ചിലൊക്കെയാണ് ഉള്ളത്, ഡയലോഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി.
പിന്നെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രേം നസീർ സാറിൻ്റെ മകൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഡ്രീം ഉള്ളത്. അങ്ങനെ അതിൽ പോയി ആദ്യത്തെ ദിവസം ഇതേപോലെ അവർ പറയും ഇവർ എന്ത് ചെയ്യാവോ, പിന്നെ കരച്ചിൽ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. മനസ്സിന്ന് ഈ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്, ഷി വിൽ ഡു ഇറ്റ് എന്നുള്ളത്. അങ്ങനെ അതിൽ പ്രിയങ്ക നായർ അവരുടെ അമ്മയായിട്ട് അങ്ങനെ 3 മക്കളും, അങ്ങനെ ആ മോളെ ഒരു ഹസ്ബൻഡ് വിനീതാണ് ചെയ്തത്, നമ്മുടെ ഡാൻസർ വിനീത്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. അതിലൊരു പാട്ടും എഴുതി, ഒരു ഇംഗ്ലീഷ് സോങ് എഴുതി, ഒരു പ്രെയർ സോങ്. അത് കഴിഞ്ഞ് കുറച്ച് മൂവീസ് ചെയ്തു. അല്ല ഈ പറഞ്ഞ മാതിരി 1 ലൈൻ അങ്ങനെ ഡയലോഗ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് കൂടെ നിൽക്കാനുള്ള സ്പേസ് കിട്ടില്ല. ഐ ഡോണ്ട് നോ ദ ലാംഗ്വേജ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഡയലോഗ് പഠിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇത് അങ്ങനെ കുറച്ച് മൂവീസൊക്കെ കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് 2 മൂവിയിൽ വർക്ക് ചെയ്തു. 1000 മുരനോട്ട് പറഞ്ഞ കഥ, പിന്നെ പാഷൻ എന്നും പറഞ്ഞിട്ടൊരു അതിലും ഒരു പാട്ട് എഴുതി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്കൊക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു. ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ, ഐ എം എ പെയിൻറ്റർ ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ അടൂർ സാറിന് ഭയങ്കര ഫാൻസി. ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽസ്, ഗോവ ഫിലിം ഫെസ്റ്റിവൽ, കേരള ഫിലിം ഫെസ്റ്റിവൽ ആദ്യം അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അടൂർ സാറിൻ്റെ മൂവീസാണ് പുറത്തുള്ളവർക്ക് കൂടുതൽ അറിയണത്. നമുക്ക് ബോംബെയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ അവിടെയും ടി വിയിൽ വൺസ് ഇൻ എ ഇയർ ഒരു മൂവി കാണിക്കണമെങ്കിൽ ദാറ്റ് ഈസ് അടൂർ ഗോപാൽ. അപ്പോൾ നമുക്ക് മലയാളം സിനിമ റിലേറ്റ് ചെയ്യണേ അടൂർ സാറായിട്ടാണ്, അല്ലാണ്ട് അതിൽ കൂടുതൽ മലയാളം സിനിമ കാണി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നാട്ടിൽ വന്ന് സാറിൻ്റെ 11 മൂവീസാണ് അന്ന് റിലീസായിരിക്കണേ. ആ 11 മൂവീസ് വെച്ചിട്ടൊരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഹൈസിനിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒരു ഇനാഗുറേഷൻ. സാർ എന്നെ വന്ന് ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. പ്രസാദ് നൂർനാഥ് എന്നും പറഞ്ഞിട്ടൊരു ഡയറക്ടർ എന്നെ കാണുന്നത്. പക്ഷെ എന്നോട് എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. എനിക്കൊരു കോൾ വരുന്ന മസ്കറ്റിൽ നിന്നൊരു ഫ്രണ്ട് നമ്പർ കൊടുത്തതാണ്, ഞാനൊരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയണത് എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, മര്യാദയ്ക്ക് പറയാൻ അറിയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ബിഹൈൻഡ് ദ സ്ക്രീനാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം എന്നോട് ഇല്ല, ജസ്റ്റ് കം, 90% യുവർ ലുക്സ് ഉണ്ട്, ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഹസ്ബൻഡ് ഒന്നുമില്ല, പോവാൻ, യു ജസ്റ്റ് ഗോ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ആൾക്കാരെ കാണാം, പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ പോയി അവരൊരു ഓഡീഷൻ പോലെ ഒരു ഫസ്റ്റ് ഇത് തന്നു. അത് തന്നപ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ഫേസ് കാണുമ്പോൾ ഓക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വേണു സാറായിരുന്നു, വേണു ചേലക്കോട്ട്, ലൈജു സാറായിരുന്നു ക്യാമറ. അവർ എന്നിട്ട് ഇത് ബൈജു ദേവരാജിൻ്റെ പ്രൊജക്റ്റാണ്. അന്നത്തെ കാലത്ത് ബൈജു ദേവരാജ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. സോ അങ്ങോട്ട് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. എൻ്റെ ഇത് കണ്ട ഉടനെ ഈ സെഡിസ് നമ്മുടെ ജലജകുമാരി ഇവരാണ്. അപ്പോൾ ഞാൻ ഓക്കെ, ഇത്രയും കോൺഫിഡൻസ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടത് മുഴുവൻ വേണു സാറാണ്. എന്നെ ഒരു ആർട്ടിസ്റ്റാക്കി, ഭാഷ പറയാനാക്കിയതും. ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് പോയില്ല, ഈ ഇടത്ത് വലത്ത് ഇപ്പോഴും എനിക്ക് കിട്ടും. കുറേ പ്രോബ്ലം സാർ ഫേസ് ചെയ്തു ഞാൻ, കാരണം ഞാനല്ല ശരിക്കും. ഞാൻ ക്യാമറയുടെ മുമ്പിലൊക്കെ നിന്ന് കരഞ്ഞിട്ടുണ്ട്, ചീത്ത കേട്ടിട്ട്. നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സാറിനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കും, ഞാൻ സ്മാർട്ടാണെന്നല്ല പറയിപ്പിക്കും. ആ ഒരു വാശി വേണം, അല്ലെങ്കിൽ ഞാൻ പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൺ, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞ് നമ്മുടെ കരിയർ. നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് അല്ലെങ്കിൽ ഇൻസൾട്ട് ഫീൽ ചെയ്താൽ. അപ്പോഴും എനിക്കെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫീലാണ്, നമ്മൾ നല്ലത് പറയിപ്പിക്കണ്ടേ. അപ്പോൾ ഡെയിലി ഇത് മുഴുവൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ ഷെയർ ചെയ്യുക. ബിക്കോസ് ഹസ്ബൻഡാണ് എല്ലാത്തിനും എനിക്ക് സ്ട്രെങ്ത്ത് തന്നിരുന്നവരാണ്. അപ്പോൾ എന്നോട് നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എവിടെ പോണു അവിടെ ഫ്ലറിഷ് ചെയ്യുക, അതാണ്. സോ യു ട്രൈ ഇറ്റ്. കുഴപ്പമില്ല, ചീത്തക്കൊക്കെ ഇട്ടാലും മാഷന്മാർ നമ്മൾ എത്ര ചീത്ത, എന്നെ എത്രയോ പ്രാവശ്യം ക്ലാസ്സിൽ പുറത്ത് നിർത്തി, അച്ഛനെ കൊണ്ടുവന്നാലേ ക്ലാസ്സിൽ കേട്ടുള്ളൂ, അങ്ങനെയൊക്കെ അല്ല അറിയണത്. പക്ഷെ ഇത്രയും ആൾക്കാരുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് ഞാൻ പറഞ്ഞിട്ട് ശരിയാവണില്ലല്ലോ. സാറിൻ്റെ സ്ട്രെസ്സ്, ഒരു മിനിറ്റ് പോണത് അവർക്കത് പൈസയെന്ന് നമുക്കറിയാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ആ ഒരു സ്ട്രെസ്സും സങ്കടമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ റെഡി ആയിട്ടിരിക്കും, ആരും എന്നെ കളയുമ്പോൾ റെഡിയായി താഴെ വന്ന് ഞാൻ ഇരിക്കുന്നുണ്ടാവും പോകാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ലൈജു സാറൊക്കെ ചായ കുടിച്ച് തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ടടോ, ശരിയായി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പഠിക്കുക, അവിടെ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കോൺഫിഡൻസ്. ഓക്കെ, ഇവർക്കൊക്കെ ഇഷ്ടമല്ല എന്നെ, എന്നാലും വേണു സാറിനോട് പോയി മിണ്ടാനൊക്കെ പേടിയാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണു സാറ് ബ്രേക്ക് എടുത്തിട്ട് കണ്ണൻ താമരക്കുളം സാറ് വന്നു. അങ്ങനെ വന്നപ്പോൾ എന്നോട് ഫസ്റ്റ് ഡേ എല്ലാവർക്കും എന്നെ എന്താ പറയാമെന്ന് നോക്കിയിട്ട് കൂടുതൽ ആർട്ടിസ്റ്റ്, നല്ല വലിയ ആർട്ടിസ്റ്റ്, ഒന്ന് കലാരഞ്ജനി മാം ഉണ്ടായിരുന്നു, സേതുലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ലയ, അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോഴാണ് നമ്മൾ എന്നെ സാർ പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആദ്യം പഠിക്കേണ്ടത് ഇതാണ് ക്യാമറ. ആദ്യം കാണിച്ചാൽ ലൈക്ക് അതങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ പറയണ അനുസരിച്ച് ചെയ്താൽ മതി. അന്ന് എല്ലാം ഫസ്റ്റ് ടേക്കിൽ
അന്ന് ഹീ ടോൾ മീ യു ആർ എൻ ആർട്ടിസ്റ്റ്, ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി, യു ആർ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. അത് കഴിഞ്ഞ് പെർഫോം ചെയ്ത് ഒരു ദിവസം ചെയ്തതിൽ വേണു സാറും ഫുൾ ക്രൂ ഇനിയിട്ട് നിന്ന് കൈയടിക്കണം. സോ ഐ സെഡ് ഓക്കെ, ഐ ഡിഡ് ഇറ്റ്. പിന്നെ ഈ ഡയലോഗിൻ്റെ കാര്യത്തിലില്ല, അത് പഠിച്ചത് പതുക്കരുത്, നിർത്താൻ പാടില്ല, നമ്മൾ തെറ്റിക്കഴിഞ്ഞാലും നിർത്തണ്ട, അതെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. തെറ്റിക്കഴിഞ്ഞാൽ നിർത്തൂല്ല, എനിക്ക് കിട്ടാത്ത വാക്കടിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് പറയും. ബട്ട് ഡബ്ബേണ വേറെ ആണല്ലോ, ഡബ്ബേണ ആൾ വെള്ളം കുടിക്കും. ശരിക്കും വെള്ളം സുമാ സക്രിയ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് ഡബ്ബേണ. അവരെ ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാൻ അവരോട് താങ്ക്ഫുള്ളാണ്, ബിക്കോസ് ഷി ഡിഡ് എ വണ്ടർഫുൾ ജോബ്. എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്യാൻ ഇറ്റ്സ് വെരി ടഫ്. എന്ന് വെച്ചാൽ എനിക്കിത് ക്യാച്ച് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഇത് ക്യാച്ചിങ്ങും പറയുമ്പോഴെല്ലാം സ്പീഡ്, അവരുടെ സ്പീഡിൽ എനിക്ക് പറയാൻ പറ്റില്ല, അത് മോഡുലേറ്റ് ചെയ്യാനൊന്നും അത്രയ്ക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെ പഠിച്ച് ലൈക്ക് 3 മണിയിൽ ഇറ്റ് ബിക്കം എ വെരി സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഫസ്റ്റ് സീരിയലായിരുന്നു. അന്നേ വിളിക്കും ശ്രീകണ്ഠൻ സാറൊക്കെ ഒരു പ്രോഗ്രാം വിളിച്ചു, ഈ സെറ്റ് സഫിസ്റ്റിക്കേറ്റഡ് വില്ലത്തിയെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു നല്ലോണം, ഭ്രാന്ത്, സങ്കടം എല്ലാം കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഡൂയിങ് ഇറ്റ്. ശരിക്കും ആദ്യമൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും അത് ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര അപ്പൊ അതിന്റെ ഒരു ഇതാണോ പിന്നെ നമുക്ക് വാനമ്പാടി അത് പെട്ടെന്ന് എബ്രപ്റ്റ്ലി ഇത് ബ്രേക്ക് അതിൽ വന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മസ്കറ്റിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവർ ആർട്ടിസ്റ്റുകളൊക്കെ മാറിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കാട്ടാക്കടയിലെ ഹോട്ടൽ അഭിരാമിയിലാണ് 2 years ആയിട്ട് താമസിക്കുന്നത്. അവിടുന്ന് ബാഗ് എടുത്തിട്ടുണ്ടായില്ല. ഈ ബാഗ് എടുക്കാൻ പോകേണ്ടതെന്ന് വെച്ചിരിക്കുമ്പോഴാണ് വാനമ്പാടിയിൽ നിന്ന് കോൾ വന്നപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, മക്കളെല്ലാവരും ഞങ്ങൾ വെക്കേഷന് വന്നതാണ്. അപ്പോൾ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞു, വില്ലത്തിയാണ് ഇപ്പോൾ ചെയ്തത്, അതും മഹാവൃത്തികെട്ട വില്ലത്തി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മരുമകനായിട്ട് നിരഞ്ജൻ, ഞങ്ങൾ ഒരേ ഹോട്ടലുണ്ട്. അവൻ പറയും, അയ്യോ ഈ ചേച്ചി പാവാണ്, ഈ ചേച്ചി സീരിയൽ പോലെ അല്ല. ഞാൻ പറയും, ആർക്കും ഇഷ്ടമല്ല. അവനോട് മിണ്ടും, സെൽഫി എടുക്കുമ്പോഴും അവൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കും. പക്ഷെ എൻ്റെ അടുത്ത് ആരും വരൂല്ല, പോന്നൊക്കെ പറയും ആൾക്കാർ. അങ്ങനത്തെ ഒരു ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ അമ്മ, ആ സ്ത്രീ എനിക്ക് കണ്ണെടുത്താൽ കണ്ടു, അവരെ മാറ്റണം, അവർ വൃത്തിയായിട്ട ഒരു സാധനം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇവർ പറഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്റ്റുഡിയോയിൽ പോകണം ചേച്ചി എന്ന് പറയും. സ്റ്റുഡിയോയിൽ പോയി അമ്മയ്ക്കട്ടെ ഈ ആളാണ് അതൊക്കെ ചെയ്യണേ. അപ്പം എനിക്കത് ഓക്കെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് ആ ക്യാരക്ടറിൻ്റെ വിജയമാണ്. ദാറ്റ് നമ്മൾ ചെയ്തിട്ട് അത് അവിടെ എത്തിയില്ല, കാര്യമില്ല, അത് ഫ്ലാറ്റായി പോകും. പീപ്പിൾ അത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരും പോകുമ്പോൾ ലൈജു സാർ ബാർബർ ഷോപ്പിലേക്ക് അവർ പറഞ്ഞു, ഈ കസാല എടുത്തിട്ട് ആ സ്ത്രീയുടെ തലക്കെട്ട് കൊടുക്കും. പുറത്തിറങ്ങാൻ പറ്റിയില്ല ആ ടൈമിൽ. ഒരു ഫംഗ്ഷൻ ആൾ വിളിക്കില്ല, ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ ഓൾ നെഗറ്റീവ്. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരാളെന്ന് അറിയണോണ്ട് മാത്രം എൻ്റെ അടുത്തേക്ക് അവർ വന്നിരുന്നില്ല. പക്ഷെ ഇവരോടൊക്കെ പറയും, ഓഫ് അവരിഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞത് ആ ക്യാരക്ടറിൻ്റെ വിജയമാണ്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അവർക്ക് ജലജകുമാരിയാണ് ഇഷ്ടമില്ലാത്ത, പ്രിയയല്ല. ഇത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആക്ടിങ്ങിനെ പറ്റി ആൾക്കാർ പറയാമെന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ വാനമ്പാടിയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ നെഗറ്റീവ് ഇപ്പോൾ ചെയ്തുള്ള ആൾക്കാർ തെറി കഴിഞ്ഞിട്ടില്ല, ഇനി നെഗറ്റീവാണ്, ഇത് വേറെ തരാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു, പോയി നോക്ക്, കുഴപ്പമില്ല, ജസ്റ്റ് റൈറ്റ്. അങ്ങനെ അവിടെ പോയി അന്നത്തെ ദിവസം ഷൂട്ട് തുടങ്ങി. അവർക്ക് ഭയങ്കര ലൈക്ക്, അവർ കുറേ ആൾക്കാർ വന്ന് അതിനെ ട്രൈ ചെയ്തു, ശരിയായില്ല, ഞാൻ ചെന്നു, ദേ വർ ഹാപ്പി. അങ്ങനെ വാനമ്പാടിയുടെ ഷൂട്ട് തുടങ്ങി. വാനമ്പാടി വാസ് ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടീമും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്തു. ഇപ്പോൾ ചേച്ചി ആർട്ടിസ്റ്റാണ്, വരയ്ക്കുമെന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്ടിങ് ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ. പക്ഷെ എന്തായിരിക്കും പ്രിയേട്ടന് ചേച്ചിയെ കൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റും തോന്നിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട്? അതെൻ്റെ കണ്ണാണ്. എൻ്റെ കണ്ണ് ഭയങ്കര വോള്യൂംസ് പറയുന്നു. ഞാൻ അഭിനയിക്കേണ്ട, നോക്കിയാൽ തന്നെ അത് റീഡ് ചെയ്യാൻ പറ്റും, പല സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് അതല്ലാതെ ചെറുപ്പത്തിലൊന്നും ഒരിക്കലും അഭിനയം? എപ്പോഴും ആക്ടിങ് തന്നെയാണല്ലോ, ഫുൾ ടൈം ആക്ടിങ് ആണ്, റിയൽ ലൈഫിലെ ആക്ടിങ് ആണ്. ഒന്ന് തൊട്ടാൽ മതി, എന്നെ തള്ളി, ലൈക്ക് ഇറ്റ് വാസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അല്ലെങ്കിൽ ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, ഗെയിംസ് കളിക്കണം, ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ആക്ടിങ് ടാലൻ്റ് അല്ല. എൻ്റെ വീട്ടിൽ ഡാൻസിന് കമ്പൽസറി ആയിട്ട് ഡാൻസ് പഠിക്കണം. പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ട് മലയാളത്തിന് മാഷൊക്കെ വെച്ചു. മാഷ എൻ്റെ കുറുമ്പ് കാരണം മാഷൊക്കെ സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ അച്ഛൻ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അയാൾ സഹിച്ചെന്നെ. പക്ഷേ ക്ലാസ്സിൽ ചെന്നാലും പറഞ്ഞില്ലേ ബെഞ്ചുമെന്നുള്ള ചാട്ടവും അതും ഇതും, ലൈക്ക് നട്ടോറിയസ് ആയിരുന്നു, ടോം ബോയ്, പെണ്ണിൻ്റെ 1 ലക്ഷം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു.
അപ്പോ പക്ഷെ അത് അത് നമ്മുടെ ഒരു ക്യാരക്ടറല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളൊരു ആക്ടർ ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇത് വന്നിരുന്നു എനിക്ക് ലൈക്ക് ഒരു കോളേജിലായപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ഫേമസ് സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ സലീം ഘോഷ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ആക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊരു കോൾ വന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പഠിക്കണം, ഡാൻസ് പഠിക്കുക, അത്ര ഡാൻസ് ചെയ്യുക, പഠിക്കുക, വേറെ ഒന്നിലേക്കും മോഡലിങ്ങിന് പോലും സമ്മതിച്ചില്ല. അച്ഛൻ ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അച്ഛൻ സ്കിറ്റ് അത് ഇത് ഇപ്പോൾ ലയൺസ് ക്ലബിൻ്റെ ആയാലും എല്ലാത്തിനും അച്ഛൻ വാസ് റെഡി ടു ഡു എവറിത്തിങ്. അപ്പം അച്ഛൻ്റെ കൂടെ ചെയ്യുക, എല്ലാ കൊല്ലം ഡാൻസ് പ്രോഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ ഡ്രാമ ഉണ്ടോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു പ്രൊഫഷനായിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആൻഡ് യു ആർ ഹിയർ ഇപ്പോൾ. അപ്പം ചേച്ചിക്ക് പിന്നീടും ചാൻസുകൾ വരുന്നു. ചേച്ചി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ആ ഒരു ഇപ്പം ഈ എത്തി നിൽക്കുന്ന ഒരു ഇതിൽ ഇപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഇതിനോട് ചേച്ചിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ കാണുന്നത് ഒരു പ്രൊഫഷണൽ ഇത് തന്നെയാണ്. ഐ ഹാവ് ഓൾ ദറ്റ് പ്രൊഫഷണൽ ട്രേറ്റ്സ് ഇൻ മീ. പക്ക പ്രൊഫഷണൽ ആണ്. ഐ ലവ് ടു ഡു ഇറ്റ്. ഇപ്പൊ ചേച്ചിയായിട്ട് തന്നെ എന്തെങ്കിലും ചേച്ചിക്ക് കൊടുക്കുന്ന ടിപ്സ് ഉണ്ടോ? ഇപ്പം ബി ഹാപ്പി all the time, be happy. അതെനിക്കറിയാം. ആവാര ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് എൻ ആവാര. ഒരു സ്ഥലത്ത് ഒരു പെർമനന്റ് ആയിട്ടില്ല. ഐ ബി ട്രാവലിംഗ് ഓൾ ദ ടൈം. എപ്പോഴും അതെ, വർക്ക് ചെയ്യില്ല എന്ന് ചേച്ചിയുടെ പോസ്റ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഹാപ്പിയാണ്. സെറ്റിൽ പോയാലും ഐ ആം ഹാപ്പി. ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങനെയായിരിക്കും നമ്മുടെ. ലൈക്ക് പ്രൊഡക്ഷൻ ബോയ് തൊട്ട് രാവിലെ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമമാണ്. ഒരു ചേച്ചിയുടെ കയ്യിൽ കുറെ എനർജി ഉണ്ട്. ചേച്ചി അതിങ്ങനെ ഫോണോടൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. ചേച്ചിയായിട്ട് ക്ലോസ് ആയിട്ട് ഇതായിട്ടുള്ളവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ എനിക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പൊ അനുരാഗ ഗാനം പോലെയാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത പ്രൊജക്ട്. ഇറ്റ്സ് ദ സെയിം തിങ്. എന്നെ ഇതിന് വിളിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം സുജാത, വാനമ്പാടി കഴിഞ്ഞ് എഡിറ്റ് സ്വന്തം സുജാത കഴിഞ്ഞിട്ട് അതിലുണ്ടായത് നമ്മുടെ അക്കൗണ്ടാണ് അനിൽ മേനൻ. അനിലേട്ടൻ്റെ ആദ്യം ചന്ദ്രൻ ദേവരാജ് വിളിച്ചു. ചന്ദ്രൻ ദേവരാജ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സീരിയൽ മതിയാക്കി, ഞാൻ വെക്കേഷന് വന്നിരിക്കണം, ഐ എം ഗോയിങ് ടു എൻജോയ് ലൈഫ്. ഞാൻ മസ്കറ്റിലാണ്. ഞാൻ ഇനി കുറച്ച് കഴിയട്ടെ, ആലോചിക്കാമെന്നൊക്കെ ജാടിയൊക്കെ ഇട്ട് പറഞ്ഞു. അനിലേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ ഈ കഥാപാത്രം പ്രിയയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി, രാവിലെ സെറ്റിൽ വരണ പോലെ വരാം, പോവാ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ചേച്ചി ഇതെന്ത് ക്യാരക്ടറാണ്? അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കെ രാജീവിൻ്റെ പ്രൊജക്റ്റാണ്. ഇപ്പോൾ ചാനലിൽ നിന്ന് 1-2 ആൾക്കാർ പറഞ്ഞു ബഡേ അച്ഛേ ലഗ്തേ ഹൈ ഹിന്ദി. നമ്മൾ ഫോളോ ചെയ്യുന്ന സീരിയലാണ്. ബോംബെക്കാരായതുകൊണ്ട് അത് ക്ലോസ് ടു ഹാർട്ടും കൂടിയാണ്. രാം കപൂർ എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ലൈൻ എന്നൊക്കെ പറയില്ല, ആ ടൈമിൽ രാം കപൂർ ആൻഡ് സാക്ഷിയുടെ അതിൽ ക്ഷിപ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഞാനത് അപ്പോൾ പിന്നെ കണ്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചെയ്തൊരു 30 എപ്പിസോഡ് കണ്ടു. ഹീ സെഡ് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദാറ്റ് ഈസ് യു. അപ്പോൾ അവരോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, സാറിനെ കാണണ്ട, കെ രാജീവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഐ വാണ്ടഡ് ടു ബി വിത്ത് ഹിം. അങ്ങനെ വന്നു, മോക്ക് ടെസ്റ്റ് ചെയ്തു, നമ്മളെല്ലാവരും അഭിനയിച്ചു. ഓക്കെ, ഹി വാസ് ഹാപ്പി. പിന്നത്തെ പ്രോബ്ലം ആയിരുന്നു സിങ്ക് സൗണ്ടാണ്. എല്ലാവർക്കും മലയാളം അറിയാം, എഴുതാനും വായിക്കാനും എല്ലാവർക്കും അറിയാം. എനിക്ക് മലയാളം അറിയാം, ഇപ്പോഴും എഴുതാനും വായിക്കാനും നമ്മളറിയാം. തപ്പിപ്പറക്കി ബോർഡൊക്കെ വായിക്കാൻ എന്നല്ലാണ്ട് സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാൻ അത്രയും ഞാൻ ഇൻ്റലിജൻറ്റും അല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യുന്ന, അവർക്കൊക്കെ സ്ട്രെസ് ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം ഇവർക്ക് കൊടുത്താൽ സിങ്ക് സൗണ്ടിൽ എന്താവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്മാർട്ടായിട്ട് എൻ്റെ കൂടെ എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന 2ാമത്തെ കുട്ടി ഐശ്വര്യ, ഈ കുട്ടി എനിക്ക് വായിച്ചു തരും, നമ്മുടെ അസിസ്റ്റൻസ് വായിച്ചു തരും, അസോസിയേറ്റ് വായിച്ചു തരും. അങ്ങനെ 3-4 പ്രാവശ്യം ഇത് വായിച്ച് കിട്ടിക്കഴിയുമ്പോൾ എനിക്കിങ്ങനെ ബൈ ഹാർട്ട് ആവണ ഒരു ഹാബിറ്റ് ഉണ്ട്. ലൈക്ക് വായിക്കുകയെങ്കിലും ഇറ്റ്സ് ഐ ഗോട്ട് എ ഫോട്ടോഗ്രാഫിക് മെമ്മറി, ഞാൻ മറക്കില്ല ഒരിക്കലും. ഇത് കേട്ടിട്ട് ഗ്രാസ്പ് ചെയ്ത് പിന്നെ ഒരു പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷേ സിങ്ക് സൗണ്ടിൽ പ്രോംപ്റ്റ് ഇല്ല. അപ്പോൾ രാജീവ് സാർ പറഞ്ഞു സിറ്റുവേഷൻ മനസ്സിലായല്ലോ, ഇനി ചെയ്തോളാം പറയും. ആദ്യത്തെ ഒരു 10 to 15 എപ്പിസോഡ് ഞങ്ങൾ ചെയ്യണത് സിങ്ക് സൗണ്ടിലാണ്. ആൻഡ് ഹി വാസ് സോ ഹാപ്പി. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ളിൽ നിന്ന് വരുന്നത്. എനിക്ക് അപ്പോഴേക്കും അവരെൻ്റെ ഫാമിലിയായി, ഇതെൻ്റെ ഹസ്ബൻഡായി. ആ ഒരു ഭരണം ക്യാരക്ടർ വീട്ടിൽ ചെയ്യണ എന്തൊക്കെ തുള്ളൽ ഞാൻ കാണിക്കും, ഇവിടെയും വന്ന് ഐ ഡിഡ് ദ സെയിം തിങ്. ദേഷ്യം പിടിച്ച് പോണതും ചീത്ത പറയണതും ആ നമ്മൾ ഫ്രസ്ട്രേഷൻ കാണിക്കണത് എവറിത്തിങ് ദാറ്റ് വാസ് ലൈക്ക് സൂപ്പർ എക്സലൻറ്റ് എപ്പിസോഡ്സ്. പക്ഷേ അത് അവിടെ നമുക്ക് റീഷൂട്ട് വന്നിട്ട് സിങ്ക് സൗണ്ട് അവർ മാറ്റണം, പിന്നെയാണ് അത് നോർമലിലേക്ക് വരാൻ. പക്ഷേ അത് ഇന്നും എന്നോട് അന്ന് ചെയ്ത ക്യാമറമാനോട് നൗഷാദ് ഷരീഫ് പറയും അത് ആൾക്കാർ കാണിച്ച് ചേച്ചി വേറെ തരാറ്. ബിക്കോസ് ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളവിടെ പെർഫോം ചെയ്യണം. ഇത് പഠിച്ചിട്ടല്ല, പ്രോംപ്റ്റ് ഇല്ല, യു ആർ ഡൂയിങ് ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് എനിക്ക് തന്നെ വരണേ. ലൈക്ക് യെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം.
അത് അറിയില്ല, ഞാൻ പറയൂല എന്ന് പറഞ്ഞിരുന്നു നടക്കില്ല. യു ഹാവ് ടു വർക്ക് ഹാർഡ്. അതിന് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ അനുരാഗ ഗാനം പോലെ അങ്ങോട്ട് പോയിരിക്കണം. യു ക്യാൻ, അത് കണ്ടിട്ടുണ്ടാവുമല്ലോ, യു മസ്റ്റ് ഹാവ് സീൻ സം എപ്പിസോഡ്സ്. എപ്പിസോഡ്സ് എല്ലാം പറ്റുമ്പോൾ എല്ലാം കാണാറുണ്ട്. ആൻഡ് ഇപ്പം ഈ ഒരു പോയിന്റിൽ ഞാൻ പറയട്ടെ, ഐ പേഴ്സണലി ആൻഡ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഡിയൻസിന് ഒരു ഫീൽ ഉണ്ടാവും, വി റിയലി മിസ് യു. Yeah, I get lots of messages. കാരണം മേ ബി എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തോ ആയിരിക്കും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ആസ് വ്യൂവേഴ്സ് ഞങ്ങൾക്കത് യു ആർ ദി ആപ്റ്റ് പേഴ്സൺ ഫോർ ദാറ്റ്. ഇപ്പോഴും അത് ഇല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അത് ചേച്ചിയുടെ ഒരു വിജയം കൂടിയാണ്. ചേച്ചി ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പോലും ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കുറേ എലമെന്റ്സ് ഉണ്ട്. അതൊരു പക്ഷേ എനിക്ക് എടുത്തു പറയാം, ഞാൻ സീരിയലൊന്നും അങ്ങനെ കീറി മുറിച്ച് കാണാറില്ല. പക്ഷെ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് അതുവരെ നമുക്ക് തോന്നും ഇവരൊരു ഗ്രീഡി മദറാണ്, ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, മക്കളെ വെച്ച് കാശുണ്ടാക്കുക, ഇങ്ങനെ നമുക്ക് തോന്നിച്ച ഒരു പോയിന്റ് എന്നാണ്. അവർക്ക് ആ മൂത്ത മോൾ എന്താണ്, ആ മോളുടെ ഫ്യൂച്ചർ അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ കണ്ണാടി നോക്കി കരഞ്ഞ് സംസാരിക്കുന്നൊരു, അതൊന്നും മറക്കാനേ പറ്റില്ല. അതൊക്കെ ലൈവായിരുന്നു കേട്ടോ. ലൈക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ മൈ ഫാമിലി. ഇപ്പോൾ കവിത ആയാലും ഐ സീ ലൈക്ക് എൻ്റെ ഫാമിലി. ബാലേട്ടിനോടൊക്കെ ഇത്ര സിങ്കായി എന്ന് പറഞ്ഞാൽ യു വോണ്ട് ബിലീവ് ഇറ്റ്. ലൈക്ക് എല്ലാവരും ബാലേട്ടിൻ്റെ അടുത്ത് പോകാനും പറയാൻ നമ്മൾ സിങ്ക് ആവാണ്ട് ആ കെമിസ്ട്രി വർക്ക് ഔട്ട് ആവില്ല. വിത്ത് ദ ചിൽഡ്രൻ ആയാലും ആ വീട്ടിൽ ബയലുണ്ടാക്കണ അതേ ക്യാരക്ടർ ഇവരെല്ലാവരും ഒന്നിച്ച് കൊണ്ടുവന്ന് ഞങ്ങളിപ്പോൾ ഒരു കട്ടൽമേൽ ഞങ്ങൾ കിടക്കും എല്ലാവരും കൂടിയിട്ട്. അത്രയും ആ ഫാമിലി കവിതയെ കല്യാണം കഴിച്ച് പോണ ഒരു സീനുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ശരിക്കും കരഞ്ഞിരിക്കുന്നത്. ഞാൻ ഗ്ലിസറിനെ യൂസ് ചെയ്യില്ല നോർമലി, ഒന്നുമില്ല. വി ക്രൈഡ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, കട്ട് പറഞ്ഞിട്ടൊന്നും കൺട്രോൾ ആവണില്ല, ബിക്കോസ് ഷി വാസ് ഗോയിങ് ഫ്രം അസ്. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. ലൈക്ക് ഒരു കുട്ടി ഇത്രയും ദിവസം ഞാൻ ടോർച്ചർ ചെയ്തല്ല ചെയ്ത് അതിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിസ് ചെയ്യും. ഞങ്ങളുടെ ഒരു ചെറിയ ഫ്ലാറ്റാണ്, യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ്. ആ ഫ്ലാറ്റിൽ അത്രേ സ്ഥലമുള്ളൂ. സോ ഡയറക്ടർ ഞങ്ങളുടെ കൂടെയാണ്, അസിസ്റ്റൻസും അസോസിയേറ്റും ലൈക്ക് എല്ലാവരും ഈ സ്പേസിന് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ബോണ്ടിങ് വരുന്നത്. ലൈക്ക് വലിയ സ്പേസ് എന്ന് വെച്ചാൽ എല്ലാവരും ഓരോ റൂമിൽ പോയിരുന്നു, നമുക്ക് ആ റിലേഷൻ വരില്ല. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പോയാലും ശരി ഫേസ് ടു ഫേസ് ആണ് നമ്മളെല്ലാവരും ഇരിക്കണേ. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ അയ്യോ കവിത പോയില്ലേ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ. ലൈക്ക് സുമിത എന്നാണ് വെച്ചെങ്കിൽ കവിത എന്നാണ് വിളിക്കുന്നത്. ലൈക്ക് വി ഫെൽറ്റ് വെരി ബാഡ് വെൻ ഷീ ലെഫ്റ്റ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ചേച്ചിക്ക് നെഗറ്റീവ് റോൾ ചെയ്തുകൊണ്ട് കുറെ ആൾക്കാരുടെ ചീത്തവിളി എല്ലാം നമ്മളെ റിജക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തല്ലുകൊണ്ടത് ഇങ്ങനെ എടുത്തു പറയാനുള്ളത് വാനമ്പാടി ചെയ്യുമ്പോഴാണ്. ലൈക്ക് അതിലൊരു കൊച്ചുകുട്ടിയുണ്ട് അനുമോൾ, ഷീ ഈസ് വെരി സ്വീറ്റ്. ഈ അനുമോളിനെ ദ്രോഹിക്കുകയാണെന്ന് കണ്ടാൽ ആർക്കായാലും, എനിക്കെന്നത് കണ്ടിട്ട് എന്നെ കാണാൻ എനിക്ക് ഇഷ്ടം ആവാറില്ല ക്യാരക്ടർ. അപ്പോൾ ഒരമ്പലത്തിൽ പോയി, അമ്പലത്തിൽ ഷൂട്ട് നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പുറത്ത് പോയപ്പോൾ ഒരു സ്ത്രീ വർത്താനം പറഞ്ഞ് ലിറ്ററലി എന്നെ സ്ലാപ്പ് ചെയ്യുന്ന പറയുമ്പോൾ തമ്പ്രൂൻ്റെ അമ്മ വന്നിട്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്തായി കാണിക്കണം, നിങ്ങൾ പഠിച്ച സ്ത്രീയല്ലേ, അത് അഭിനയിക്കണം എന്ന് പറഞ്ഞൂടെ, എന്നാലും ഇങ്ങനെ എന്തിനാ അഭിനയിക്കേണ്ട ആവശ്യം എന്നും പറഞ്ഞിട്ട് അവർ അവിടുന്ന് സോൾവ് ചെയ്ത് പോയി. ഒരു അമ്പലത്തിൽ പോയി, ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമിൽ വലിയ കാര്യമായിട്ട് നമ്മൾ പോയത്, വിളിച്ചപ്പോൾ പോയി അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ ഒരു സ്ത്രീ കൈ തന്നിട്ട് കൈ പിടിച്ച് ഒറ്റ തിരിക്കൽ നല്ല, എനിക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. ഞാൻ എന്തു ഈ കൈ കൊണ്ടല്ലോ അനുമോളെ ദ്രോഹിക്കണേന്നും പറഞ്ഞിട്ട് അവരൊറ്റ പോക്ക്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് നിന്ന് മാറല്ലേ പ്ലീസ്, ഇവിടെ നിൽക്കാൻ ആരൊക്കെയാണ് അവനെ വന്നിട്ടല്ലോ. അത്ര ലൈക്ക് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട്. അതുപോലെ അതിൽ എന്നെ മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെൺപാലവട്ടം അമ്പലം ട്രിവാൻഡ്രത്ത്, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അതിൽ നിന്ന് ഒരു ക്യാരക്ടർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പാട്ട് കച്ചേരി ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേ സ്ത്രീകൾ ലേഡീസ് പോയിട്ട് നമ്മുടെ റൈറ്റർ ജയപ്പള്ളശ്ശേരി സാർ അവിടെ ഇരിക്കുന്നുണ്ട്. സാറിനോട് പറഞ്ഞു സീരിയലൊക്കെ കൊള്ളാം, എല്ലാം നല്ലതാണ്, അവരെ ആവശ്യമില്ല. അന്നൊന്നും എൻ്റെ അടുത്ത് ആരും ഫോട്ടോ എടുക്കാൻ പോലും വരില്ല. അതിൽ മറ്റേ നല്ല അമ്മയുണ്ട്, ആ അമ്മയുടെ ഫോട്ടോ എടുക്കും. എൻ്റെ അടുത്ത് ആരും വരില്ല, മിണ്ടൂല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു അവരെങ്ങനെയെങ്കിലും പുറത്താക്കി സീരിയൽ ഇനിയും നന്നാവും. അപ്പം അങ്ങനെ പറഞ്ഞു ശരിയാണ്. രാവിലെ ആകുമ്പോൾ നിർമ്മലെടുത്തി വരും, ഭക്ഷണം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ പപ്പിമോള് വരും, അവളും ഭക്ഷണം ഉണ്ടാക്കി മോൾക്ക് കൊടുക്കും, ടിഫിനിൽ പറഞ്ഞയക്കും. ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കും, പേപ്പർ വായിക്കും, പിന്നെ ഒന്നും ചെല്ലി പെണ്ണുങ്ങൾ അങ്ങനെ. അത് മാത്രം മതിയോ സീരിയൽ? അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യണേ ഈ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. അത് സാറ് പറഞ്ഞപ്പോഴാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കറിയണേ. അതുവരെ ഞാനിത് ചെയ്യണോ അവർ പറയണേ ചെയ്യുള്ളൂ. ആ ക്യാരക്ടർ എത്ര ഇമ്പോർട്ടൻ്റ്, ആ കുടുംബം നശിപ്പിക്കണം ഞാനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റിവിറ്റി കേൾക്കേണ്ടി വരുമ്പോൾ, കാരണം ചേച്ചി ഇപ്പോൾ ഒരു ആ സമയത്തൊന്നും ഒരു പ്രൊഫഷണൽ ആക്ടർ ഒന്നുമല്ല, അതിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, അത് പിന്നീട് സ്വയം ഓവർകം ചെയ്യേണ്ട അവസ്ഥ വരെ, ഒരു സെൽഫ് ഹീലിംഗ് എടുക്കേണ്ടി വരെ, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നും പറഞ്ഞ മാതിരി എന്നും എനിക്ക്
ഹസ്ബൻഡിനോട് എന്നും രാത്രി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹീ ഗീവ്സ് മീ ഇത് ദാറ്റ് ക്യാരക്ടറാണ്, ഇറ്റ്സ് നോട്ട് യു. പ്രിയെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയും യു ക്യാൻ ഗീവ് ബാക്ക്, അത് പ്രിയ അല്ലല്ലോ പറയണത്. അങ്ങനെ അപ്പം ഞാനല്ലല്ലോ ജലജകുമാരി അല്ലെങ്കിൽ രുക്മിണി, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലേ. അതുപോലെ തന്നെ സ്വന്തം സുജാതയിൽ വിളിച്ചപ്പോഴും നെഗറ്റീവ് തന്നെ. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് നെഗറ്റീവ് മാത്രമാണ്. അപ്പോൾ എന്നിട്ട് അതിൽ നെഗറ്റീവ് പിന്നെ പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞു രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ലൈക്ക് ഇത്രയും കാലം നെഗറ്റീവ് കണ്ടിട്ട് വളരെ നല്ലൊരു മരുമകളെ സ്നേഹിക്കണേ, മകനെ വെറുത്ത് മരുമകളെ സ്നേഹിച്ച് അവളുടെ കൂടെ ഇറങ്ങിപ്പോണ ഒരു അമ്മായിമ്മയെ കാണാൻ കിട്ടിയത് ഇറ്റ് വാസ് എ സ്പെഷ്യൽ. പക്ഷെ എല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്ത് ലൈക്ക് ഒരു ഫ്രീക്കി ക്യാരക്ടറായത് അനുരാഗാനം, ഒരു എക്സ് മിസ് ട്രിവാൻഡ്രം. പക്ഷെ അവരെല്ലാ ഇമോഷൻസിൽ കൂടെയും കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും പെട്ടെന്ന് നമ്മുടെ സ്വന്തം തോന്നിയത്. അയ്യോ, ഇത് പറഞ്ഞപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ചേച്ചിയുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ മറ്റാന്ന് തോന്നുന്നു, അതൊരു ആൽബമാണ് അല്ലേ, കൺമഷി. അതെ, അതിലൊരു ലുക്കേ ഡിഫറെന്റ് ആണ്, ചേച്ചി അല്ല, അതിലൊരു നാടൻ മലയാളി ഒരു അമ്മ. അത് എന്താ അങ്ങനത്തെ ഒരു ഇത് കണ്ടതുകൊണ്ടാണോ അത് എടുത്തത്? അല്ല, അവര് പറഞ്ഞു എനിക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ഫേസാണ് ഒരു അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് എന്ത് ക്യാരക്ടറിനും ഏത് ലാംഗ്വേജിലേക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് പറയും. അതുപോലെ 10ാം വളവിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടലി ഡിഫറെൻറ്റ് നാടൻ ഒരു അമ്മയായിട്ടാണ്. അപ്പോൾ അതും ചെയ്യാൻ പറ്റും, ഭയങ്കര ഫ്രീക്കി ഒരു അമ്മയും ചെയ്യാൻ പറ്റും. സോ ഐ ക്യാൻ ഹാൻഡിൽ. ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡന്റ് ആണെന്ന് ഇപ്പൊ എന്ത് ക്യാരക്ടർ കിട്ടിയാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അങ്ങനെ പറയുന്നല്ലോ, ഒരു ആർട്ടിസ്റ്റിനെല്ലാം പറ്റും. ചേച്ചി വളർന്ന ചുറ്റുപാട്, ഇപ്പൊ ബോംബെയിലൊക്കെ വളർന്നു എന്ന് പറഞ്ഞു, പിന്നെ ജീവിച്ചതും പുറത്താണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടുത്തെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇവിടുത്തെ ആളുകളുടെ സ്റ്റൈൽ, ഇതൊക്കെ കുറച്ച് അത്രയ്ക്ക് അറിയണം എന്നില്ലല്ലോ. അപ്പൊ ചേച്ചിയുടെ ഭാഗത്ത് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ? അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? കിട്ടിയിരിക്കുന്ന ക്യാരക്ടറൊക്കെ ഇങ്ങനെ അല്ല, ഈ നാടൻ ക്യാരക്ടർ വരുമ്പോ അങ്ങനെയൊന്നും നമ്മൾ നാച്ചുറൽ, അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുക ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടൊന്നുമല്ല. ഇറ്റ് ജസ്റ്റ് കംസ്, പറയുന്നു, നമ്മൾ ജസ്റ്റ് കംസ്. അതെല്ലാം ഡയറക്ടർക്ക് ഞാൻ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇഫ് ഗിവൺ എ ചോയ്സ്, ചേച്ചി ഇനി ചെയ്യാൻ ആഗ്രഹിക്കുക എന്ത് തരം ക്യാരക്ടർ ആയിരിക്കും? നല്ല ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. വെരി ബോൾഡ് ആയിട്ട് ഓൺ സ്ക്രീൻ ഐ എം റെഡി ടു ഡു എനി ക്യാരക്ടർ. ബോൾഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അഡ്വഞ്ചേഴ്സ് നെഗറ്റീവ് ലൈക്ക് വാട്ടെവർ അത് അതൊരു നമുക്ക് റിയൽ ലൈഫിൽ എത്ര നെഗറ്റീവ് ആവാൻ പറ്റും? ദാറ്റ്സ് ഓൺലി തിങ് ഐ ഡു ഓൺ സ്ക്രീൻ. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ തലയിലിട്ടിട്ട് അടിച്ചിട്ട് പോണ ആൾക്കാരാണ്. ബിക്കോസ് ഐ എം ദാറ്റ് ഫ്രണ്ട്ലി. എൻ്റെ അങ്ങനെ ഒരു നെഗറ്റീവ് സ്ട്രീക്ക് ഇല്ല. ലൈക്ക് അപ്പോൾ എനിക്ക് തന്നെ സ്ക്രീനിൽ വെൻ യു ഡു ഇറ്റ് ഈവൻ ഐ ഫീൽ ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്. പിള്ളേരെ പേടിപ്പിച്ചാൽ തന്നെ പിള്ളേർ പേടിക്കില്ല, അങ്ങനത്തെയാണ്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു ബോൾഡ്. ഇല്ല, കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ബൈജു ദേവരാജന്റെ ഒരു പ്രൊജക്റ്റിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഫുൾ, അത് ശ്രദ്ധിച്ചില്ല ശരിക്കും. ലൊക്കേഷനിൽ വെച്ച് നടന്നു. അപ്പോൾ അവിടെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് ബാൻഡേജ് ഇട്ടിട്ട് പിന്നെ ഞാനത് നോക്കാൻ പോയില്ല. നമ്മൾ ഈ രാവിലെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ ഫുൾ ത്രില്ലാണല്ലോ. പക്ഷേ ഇത് പതുക്കനെ ഫ്രാക്ചർ ഹീലായില്ല, ഞാൻ അറിഞ്ഞില്ല. ഈ പെയിൻ വരുമ്പോൾ ആ വിരൽ മുഴുവൻ ബ്ലാക്കായി. എന്നിട്ട് ഇങ്ങനെ പെയിൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോയി ചെക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ റിനയിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു റെസ്റ്റ് ഇല്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് വേഴ്സ് ആവും, പിന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് എഫക്റ്റിങ് യു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് കാണിച്ചാലും ഈ പെയിൻ വരുമ്പോഴേക്കും നമ്മുടെ ഫേസ് മാറണം. പെയിൻ കില്ലേഴ്സ് എത്രയെന്ന് വെച്ചാൽ കഴിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 10 days ബ്രേക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ബ്രേക്ക് എടുത്തതാണ്. പക്ഷെ ഷൂട്ട് മസ്റ്റ് ഗോ ഓൺ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, പക്ഷെ അത് ഞങ്ങളുടെയും കൂടെ ഒരു പേഴ്സണൽ ലോസ് പോലെ ആയിപ്പോയി. എനിയോ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയി അല്ലെങ്കിൽ ഇതിലും ബെസ്റ്റ് ആയത് എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇതിൽ നിന്ന് മാറണമെന്നും ദൈവത്തിന് വിചാരിച്ചു. ഞാനൊന്നും എല്ലാം ലക്ക് ബൈ ചാൻസ് എന്ന് പറഞ്ഞ ഒരാളാണ്. എല്ലാം ദൈവം തരുന്നു, ഞാൻ ചെയ്യണം. എൻ്റെ നാളത്തെ ദിവസം എന്താണെന്ന് ആയിടുന്നു, ഇവിടുന്ന് നെക്സ്റ്റ് മൂവ്മെന്റ് ആയിടുന്നു നമുക്ക് ആർക്കെങ്കിലും. ആൻഡ് അത് വിചാരിച്ച് ഓരോ മൂവ്മെന്റും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഐ തിങ്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ. അതുവരെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും അപ്പൂപ്പൻ താടിയാണ് ലൈഫ് എന്ന് പറയും. എവിടെ പോകണോ യു ആർ സെറ്റിൽ ദർ. അവിടെ നിന്നല്ലെങ്കിൽ യു ഗോ ടു ദ നെക്സ്റ്റ് തിങ്. നാളെ എന്താണെന്നറിയാം, മേ ബി ഐ ബി ആക്ടിങ്, ഐ എം നോട്ട് ആക്ടിങ്, ഇനി വേറെ വല്ലതാണ് ചെയ്യുന്നത്, ഐ ഡോണ്ട് നോ. സോ ഐ ലീവ് ഇറ്റ്, ലെറ്റ് തിങ്സ് കം, ലെറ്റ് തിങ്സ് ഹാപ്പൻ. ലൈഫിൽ നടക്കേണ്ടതേ നടക്കുള്ളൂ.
അപ്പോൾ എന്തായാലും ആ ഒരു ചേച്ചിയുടെ ആ ഒരു സ്പിരിറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല നല്ല സ്പേസുകളും ചേച്ചിയുടേതായി മാറട്ടെ. ആൻഡ് ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. താങ്ക് യു. when I am happy to be here, അതിൽ റാണിയെ കാണാൻ പറ്റിയാലും ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഈ ഒരു സമയം ഞാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. So be happy, that's it. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.